ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയ എല്ലാവരും ക്ഷണം സ്വീകരിച്ച് വന്നതാണ്. മിസ്റ്റർ സ്വരാജ്, ഡോക്ടർ വാസുദേവൻ, ഡോക്ടർ ജോൺസൺ അരൂർ, പാറയ്ക്കൽ, മുഹമ്മദ് പാറയ്ക്കൽ, പിന്നെ എല്ലാ സുഹൃത്തുക്കളായ ദൃശ്യ മാധ്യമങ്ങൾ. നമ്പർ കിട്ടാൻ തുടങ്ങി, വായിക്കാൻ പറ്റുന്നുണ്ടോ? 1 8 0 Okay. On the so-called alternative vision or direct vision phenomenon. ഈ അത്ഭുത പ്രതിഭാസം എന്ന് പറയുന്ന മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ സത്യത്തിൽ യഥാർത്ഥത്തിൽ എനിക്കൊന്ന് കാണണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ചിലരുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. പക്ഷേ ദൂരെ പോയി കാണാനുള്ളതായ ബുദ്ധിമുട്ടും അസൗകര്യവും കാരണം എനിക്കതിന് സാധിച്ചില്ല. എന്തും ഒരു വിലയിരുത്തൽ നടത്തണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും കാണുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ പാടുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 2 നിബന്ധനകൾ ഞാൻ വെച്ചു. ആ ഒന്നാമത്തെ നിബന്ധന, ഇത് ഞങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മാജിക്ക്, ട്രിക്ക്, ഇപ്പോഴും മനസ്സിലാക്കിയുള്ള ശാസ്ത്രം അതിന് അതീതമാണ് എന്ന് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ തുടർ പഠനത്തിന് വേണ്ടിയും അതോടൊപ്പം ഇത് മാനവരാശിക്ക് ഏത് രീതി ഉപയോഗപ്രദമാവും എന്ന് കണക്കാക്കുന്നതിന് വേണ്ടിയും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും. 2, അഥവാ ഇത് ഒരു മാജിക് ട്രിക്കാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അതിനെ തുടർന്ന് നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു സന്ദർഭം കൂടി ഉണ്ടാക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഇതിന് സമ്മതമാണെങ്കിൽ നിങ്ങൾ എനിക്ക് കൺഫർമേഷൻ തരണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ അദ്ദേഹം ഐ കൺഫേം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ തന്നു. അപ്പോൾ ആര്യയുടെ കണ്ണ് ഒന്ന് ചെറുതായിട്ട് കെട്ടാൻ പോകണം കേട്ടോ. ശരിയല്ലേ? ചെവി ബുദ്ധിമുട്ടില്ല. ചെവിയുടെ മുകളിൽ കൂടി എടുക്കാൻ നമുക്ക്. ഓക്കെ, ഇതും ചെവിയുടെ മുകളിലല്ലേ? ശരിയാണ്. ഇനി നിങ്ങൾ ചെയ്യുന്നത് അതെ, ഒന്നാ ടൈറ്റ്നസ് കൊഴുത്തിക്കോട്ടെ. ഓക്കെ, പെട്ടെന്ന് റെഡ് എന്ന് പറഞ്ഞു. ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്പർ കൂടി പറയാൻ പറ്റൂ? അല്ല, ഞാൻ ആദ്യം കാണിച്ചു. അപ്പൊ നിങ്ങൾ സാധാരണ നിങ്ങൾ ചെയ്തുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ. നമ്മളെ ഇതിന്റെ മറുഭാഗം എന്താണെന്ന് ഒന്ന് പറയൂ. ആ 2 ആണല്ലേ? യെല്ലോ 2 എന്ന് പറഞ്ഞത് ഞങ്ങൾ നേരത്തെ കണ്ടു. ഇതിനെയാണ് പറഞ്ഞത്. സാരല്ല, ഒരു പ്രാവശ്യം നമുക്ക് വേറെ നോക്കാം കേട്ടോ. മറുഭാഗത്തുള്ളത് തിരിക്കാതെ കാണാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഗ്രീൻ. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. മോള് ഇതൊന്ന് പറയൂ, ഇതിന്റെ മറുഭാഗം എന്തായിരിക്കും എന്നുള്ളത്. കഴിയുന്നുണ്ടോ? ബ്ലൂ. നിറം ഇതാണ്. ഇതൊന്ന് പറയൂ എന്താണെന്നുള്ളത്. ഈ നിറം യെല്ലോ. എന്താണ് നമ്പർ? ഏതാണ് നമ്പർ 1? ഈ ഭാഗം യെല്ലോ ആണ്, നമ്പർ 1 ആണ്. എൻ്റെ കയ്യിലുള്ള ഈ ഞാൻ അങ്കിള് കണ്ണിൻ്റെ നേരെ മുമ്പിൽ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് നമ്മളൊന്ന് പറയൂ. ബ്ലൂ.
സാറില്ല മെല്ലെ പറഞ്ഞാൽ മതി കേട്ടോ. ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. ബ്ലൂ. പറയൂ. ബാക്കി കിട്ടുന്നില്ലേ? ഒന്നും കൂടി നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കൂ. തുണി. ഇനി നമ്മൾ ഇതൊന്ന് പറയൂ, ഏത് നിറമാണ് ഇവിടെ കാണുന്നത്? ഈ യെല്ലോ പറയൂ. യെല്ലോ. പിന്നെ കളറേ കിട്ടുന്നില്ല. കാരണം എൻ്റെ ഈ 2 വിരലുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് തർക്കിക്കാനല്ല, പ്ലീസ്. ആദ്യം നമ്മുടെ ഒരു സമയത്തോടു കൂടി ഇത് എന്തുകൊണ്ട് എന്നുള്ളത് വളരെ നമ്മൾ നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അടിയിലൂടെ വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷൻ എലിവേഷൻ ഒന്ന് പൊക്കിക്കഴിഞ്ഞപ്പോൾ താഴേക്ക് മാത്രമാണ് വിഷൻ ഉള്ളത്, മുകളിലേക്ക് ഈ ഐ ലെവലിൽ വിഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ കുട്ടിക്ക് പറയാൻ സാധിച്ചില്ല എന്നുള്ള മാത്രമാണ് അതിൻ്റെ ചുരുക്കം. ഇത് പിന്നെ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ കിഷോറിനോടാണ്. കിഷോർ വരും. ഇപ്പോൾ ഈ കണ്ടത് ഇത്രയും ആൾക്കാരുടെ സാന്നിധ്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് വിഷൻ താഴെയിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. അതേ അവസരത്തിൽ പിന്നെ ഇത്തരത്തിലുള്ള ഒരു സൈക്കിക് എഫക്റ്റ് ആണെങ്കിൽ, അബ്നോർമൽ എഫക്റ്റ് ആണെങ്കിൽ നേരെ ഉള്ളതായ കാഴ്ചയിലൂടെയും അവർക്ക് കിട്ടണം. അത് സാധ്യമായിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇത് 100% ഒരു മാജിക്കൽ ട്രിക്ക് മാത്രമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം താങ്കളൊന്ന് വിശദീകരിക്കണം. പിന്നെ ഞങ്ങൾ ഇത് എവിടെ വന്നു കഴിഞ്ഞാലും എന്ത് അത്ഭുതം എവിടെ ഉണ്ടായാലും അത് എക്സ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാജിക് ട്രിക്ക് എക്സ്പോസ് ചെയ്യുന്നതാണ് തുല്യമാണ്. ഇപ്പോൾ വായുവിലൂടെ ഭസ്മം എടുക്കുന്ന ചില മാജിക്കുകളൊക്കെ നടക്കാറുണ്ട്. അത് ചെയ്യുമ്പോഴും വീട്ടിൽ കോവൂര് പറയുന്നു എൻ്റെ കൈവേളയിൽ ഭസ്മം ഉണ്ടായിരുന്നു ആ കോവൂര് പറഞ്ഞിരുന്നു. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത് ചെയ്യുകയും ചെയ്തിരുന്നു. ഞാനിപ്പോൾ ചെയ്യുന്നത് നോക്കൂ, എൻ്റെ കൈവെള്ളം ഞാൻ നിങ്ങൾ കാണിച്ചു കൊണ്ടുവന്നെ ഈ രീതിയിൽ പിടിച്ച് ഇങ്ങനെ പിടിച്ചാൽ നിങ്ങൾക്ക് ഭസ്മം കിട്ടും കേട്ടോ. കൈ കാണിക്കൂ നോക്കൂ. എൻ്റെ കൈവെള്ളം കാണിച്ചുകൊണ്ട് ഇത്രയും ഫുൾ പ്രൂഫ് ആയിട്ട് ഞാനിത് കാണിക്കുന്നു. സർ, താങ്കൾ പറഞ്ഞ പരിപൂർണമായിട്ടും ഇത് ഒരു മാജിക് ട്രിക്കാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് താങ്കൾ പറയുന്നു. ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നീ പറഞ്ഞ പോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് തരത്തിലുള്ള എങ്ങനെ വേണമെങ്കിലും കണ്ണ് കെട്ടിക്കഴിഞ്ഞിട്ട് പറയുന്ന ചില രീതികളുണ്ട്. അത് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ്. ഇനി വലിച്ചു കെട്ടിയാൽ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ ചേട്ടന് എന്താണ് അടയാളമുള്ളത്? സമയം നോക്കുന്ന വാച്ചുണ്ട്. സമയം നോക്കുന്ന വാച്ചുണ്ട്. ഈ വാച്ചിന്റെ സമയം ചോദിച്ചാൽ പറയാം. ഈ വാച്ചിൽ എത്ര മണി കഴിഞ്ഞു പോയി? 5 മണി കഴിഞ്ഞു പോയി. എത്ര നിമിഷം അധികമാകാം? 25 മിനിറ്റ് അധികമായി. ആ 25 മിനിറ്റിന് എത്ര സെക്കൻഡ് കുറവുണ്ട്? പറയാം. എന്നാ എത്ര സെക്കൻഡ്? 1 സെക്കൻഡ്. സാധനമാണ് സമയം നോക്കുന്ന വാച്ച്. ഈ വാച്ചിൽ എത്ര മണി കഴിഞ്ഞു? 5 മണി കഴിഞ്ഞോ? അതെ. എത്ര നിമിഷം അധികമാകാറായി? 25 മിനിറ്റ് അധികമാകാറായി. തനിക്ക് ഇതെന്ത് അടയാളമുണ്ട്? കണ്ണട അടയാളമുണ്ട്. പക്ഷെ ഇതെന്ത് സാധനമാണ്? സമയം നോക്കുന്ന വാച്ചുണ്ട്. ഇതാണ്. ഇതിൽ ഡേറ്റ് എത്രയാണ്? 10. എങ്ങനെ മനസ്സിലായി? ഇതാ ഇതെന്ത് അടയാളമാണ്? മോതിരം അടയാളമുണ്ട്. ഇതെന്ത് അടയാളമാണ്? പേന അടയാളമുണ്ട്. പിന്നെ ഇത് എത്ര പവൻ തൂക്കമുള്ള ചങ്ങലയാണ്? പവൻ അല്ല. അതിനർത്ഥം സ്വർണ്ണല്ല. തനിക്ക് ഇതെന്ത് സാധനമാണ്? കണ്ണട അടയാളമുണ്ട്. കണ്ണട. ഇതൊക്കെ പഠിച്ചു. ഇതെന്താ കൂടിയ സാധനമാണ്? ഒരു പഠിക്കുന്ന വസ്തുവാണ്. ഇതിന്റെ യഥാർത്ഥ പേരെന്താ? പുസ്തകം. ഇവർ എത്ര രൂപയാണ് തരാൻ വരുന്നത്? 10 രൂപ തരാൻ വരുന്നു. ശരി. അതിന്റെ ഫസ്റ്റ് നമ്പർ 9. ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പിടിച്ചാറ്. എങ്ങനെ അറിയും? ഇതാ ഇവിടെ വാ. വന്നു. ഇപ്പൊ ഇതിന്റെ ലാസ്റ്റ് നമ്പർ 3. എന്നാ അതിന്റെ അടുത്ത 1. ഇത് ശാസ്ത്ര ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിക്കും, ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നേരത്തെ സ്വരാജ് പറഞ്ഞ പോലെ നിങ്ങൾ ശാസ്ത്ര ലോകം അംഗീകരിച്ചതിന് ശേഷം മാത്രമേ ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാവൂ. ഇത് ജനങ്ങളുടെ പൈസ. ഞങ്ങളതാണ് ഇതിന്റെ മുന്നിൽ ഡിവൈഎഫ്ഐ ഇപ്പൊ സമരത്തിലും വ്യക്തിവാദി സംഘത്തിന്റെ ആളുകളും സമരത്തിനും ഒക്കെ തയ്യാറായി കൊണ്ട് നിൽക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളിത് ശാസ്ത്ര ലോകം അംഗീകരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതോട്ട് ഇറങ്ങുക. അതല്ലേ വേണ്ടത്. കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല. ആരും പേടിക്കണ്ട. അപ്പൊ അത് എല്ലാവരും അംഗീകരിക്കും. മറ്റത് 25,000 രൂപ എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിക്കുക. മെഡിസിനിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്ത ഒരാളാണ്, ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ്.
ഈ മിഡ് ബ്രെയിൻ നിങ്ങൾ എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും അല്ല സർ, അതാ ഞാൻ പറഞ്ഞത്. മിഡ് ബ്രെയിൻ ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു കോഴ്സ് എന്ന് പറയുന്ന സാധനമേ ഞങ്ങൾ നിർത്തുന്നു. മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് സുരാജ് പറഞ്ഞ പോലെ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞങ്ങൾ നിർത്തുന്നു. നമ്മളിവിടെ വന്ന ഈ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ കോഴ്സ് അല്ലെങ്കിൽ മിഡ് ബ്രെയിൻ നിങ്ങൾ നടത്തുന്ന കോഴ്സിലെ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന സിലബസ് അല്ലെങ്കിൽ ആ ഭാഗം അത് ഇവിടെ മറ്റേ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതിനാൽ ഞങ്ങളത് അവസാനിപ്പിക്കുന്നു. RK മലയത്തിൻ്റെ വീട്ടിൽ വെച്ച് 2015 മെയ് 11 തീയതി വൈകിട്ട് 3 മണിക്ക് ആഭ ഇൻ്റർനാഷണൽ അക്കാഡമിയുടെ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ കോഴ്സിൻ്റെ ശാസ്ത്രീയത ബോധ്യപ്പെടുത്തുന്നതിന് മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം ചേരുകയുണ്ടായി. പ്രസ്തുത യോഗത്തിൽ മജീഷ്യൻ RK മലയത്ത്, ജോൺസൺ ഐരൂർ, ഡോക്ടർ KR വാസുദേവൻ, M സ്വരാജ്, പാറക്കൽ മുഹമ്മദ്, ശ്രീമതി നിർമ്മല മലയത്ത് തുടങ്ങിയവർ പങ്കെടുക്കേണ്ടായി. എന്നാൽ പ്രസ്തുത യോഗത്തിൽ വെച്ച് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ്റെ പെർഫോമൻസിൽ ഞങ്ങൾ പരാജയപ്പെടുകയുണ്ടായി. മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ പെർഫോമൻസ് സദസ്സിനെ ശാസ്ത്രീയമായി ബോധ്യപ്പെടുത്താൻ കഴിയാത്തതിനാൽ ഞങ്ങളുടെ കോഴ്സ് സിലബസിൽ നിന്നും മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന ഭാഗം ശാസ്ത്രീയമായി തെളിയിക്കുന്നതുവരെ ഒഴിവാക്കുന്നതായി അറിയിക്കുന്നു. പേര് പേരും